ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മൈസൂർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇതാണ് നമ്മൾ താമസിച്ച റിസോർട്ട്. ഇവിടെ സുജിൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഗസ്റ്റ് റൂമിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പൽമേര എന്നാണ് റിസോർട്ടിൻ്റെ പേര്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് 8 കിലോമീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ മൈസൂർ പാലസിലോട്ട്. ഒരു 20 മിനിറ്റിൻ്റെ ട്രാവലൊക്കെ ഇവിടെ നിന്നുള്ളൂ. അപ്പോൾ ഇത് സിറ്റിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ഇതുള്ളത്. ഇതേ ദൂരത്ത് 2 പ്രാവുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ താമസിച്ച റൂമിന് എൻട്രൻസ് ഇതാണ്. പിന്നെ ഇന്നത്തെ പ്ലാന് നമ്മുടെ മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യാനാണ്. അപ്പം നമ്മൾ നേരത്തെ എണീറ്റ് കുഞ്ഞുവാവയ്ക്കുള്ള ഫുഡൊക്കെ നമ്മൾ കുറുക്കുണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടുത്തെ കിച്ചണിൽ പോയിട്ട് കുറുക്കുണ്ടാക്കിയിട്ട് അവൾക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ താമസിച്ച റൂം. അവിടെ വേറെ റൂമൊക്കെ ഉണ്ട്, അത് നമുക്ക് തുറന്നു തന്നിട്ടില്ല. ഇത് രണ്ടും ബാത്റൂമാണ്. ഈ റൂമാണ് നമ്മൾ യൂസ് ചെയ്ത റൂം കിടക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മോർണിംഗ് വാവയ്ക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ഉപ്മാവും ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇഡ്ഡലി അത്ര നല്ലതായിരുന്നില്ല, പക്ഷെ ഉപ്മാവ് സൂപ്പറായിരുന്നു. നല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നിറയെ നെയ്യൊക്കെ ഇട്ടിട്ട് നല്ലതായിരുന്നു. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു. ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ്, ഈ ഗാർഡൻ ഏരിയ. പിന്നെ നമ്മൾ റെഡി ആയിട്ട് പാലസ് കാണാൻ വേണ്ടി പോയി. പാലസിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ കുറേ പഴയ കെട്ടിടങ്ങൾ, പഴയ മോഡലിലുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പൊളിഞ്ഞ് കേട് വന്നൊക്കെ കിടക്കുന്ന കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു. ഇത് നല്ല നവീകരിച്ചിട്ടുള്ളത്. നല്ല രസമായിരുന്നു കേട്ടോ. പോകുന്ന വഴിയും എല്ലാം നല്ലതായിരുന്നു. പിന്നെ നമ്മൾ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ, അവിടെ നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായി കറങ്ങേണ്ടിയൊന്നും വന്നില്ല. പെട്ടെന്ന് പോയി പാർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ ഉള്ളിൽ പോകുന്ന പോലെയായിരുന്നു. പിന്നെ ഫീസ് എൻട്രൻസ് ഫ്രീ 100 രൂപയാണെന്ന് തോന്നുന്നു നമുക്ക് വാങ്ങിച്ചത്. പിന്നെ ഞാനൊക്കെ പെട്ടെന്ന് കടന്നുപോയി. പിന്നെ സുജിയായിരുന്നു ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ടിക്കറ്റ് ഇല്ലാണ്ട് തന്നെ ഞാൻ അമ്മയും കുഞ്ഞുമാണല്ലോ, അതുകൊണ്ട് കയറ്റി വിട്ടു. നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേ പോയിട്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. മൈസൂർ പാലസിൽ ഒരു വർഷത്തിലൊക്കെ നമുക്കൊരു 30-35 ലക്ഷത്തിൻ്റെ അടുത്ത ആളുകൾ വിസിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് ഊഹിക്കാം എന്തുമാതിരി തിരക്കൊക്കെ ഉണ്ടാവുമെന്ന്. പിന്നെ പഴയകാലത്തെ പീരങ്കിയൊക്കെ അവിടെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉള്ളിലായിട്ടുള്ള പ്രവേശിക്കുന്ന വഴിയാണ്. ഇത് താഴത്തെ നിലയായിരുന്നു. ഇവിടെ തന്നെ നമുക്കുണ്ടല്ലോ പറയാൻ പറ്റില്ല, നമുക്ക് കണ്ടുതന്നെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണം. അത്ര ഭംഗിയുള്ള ആർട്ട് വർക്കൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതും ആ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നോക്കി മേലെയൊക്കെ മയിലിൻ്റെയൊക്കെ പടമൊക്കെ ആയിരുന്നു ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഗ്ലാസ്സിൽ കൊത്തുമണി ചെയ്തിട്ടുള്ള ഫ്രെയിമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആക്ച്വലി ഭംഗി എന്നല്ല അതിന് പറയേണ്ടത്, അതിൻ്റെ പണ്ട് കാലത്ത് നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം തന്നെ ഇത്രയും ടെക്നോളജിയോ വർക്കോ ഒന്നും ഇല്ലാണ്ട് തന്നെ ആളുകൾ ഇത്രയും ഭംഗിയായിട്ട് അവർ എടുത്തിട്ടുണ്ടല്ലോ. അതിന് എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. ഇതൊക്കെ അവിടെ ഭരിച്ചിരുന്ന ആളുകളുടെ യൂസ് ചെയ്തിട്ടുള്ള മടപ്പെട്ടിയോ എന്തൊക്കെയോ പെട്ടികളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ ഉണ്ടായിരുന്നു, കുറേ പ്രദർശനത്തിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോൾഡൊക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. ഗോൾഡിൻ്റെ സിംഹാസനം ഉള്ള ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ക്യാമറയൊന്നും അലോ ആയിരുന്നില്ല. ജസ്റ്റ് നമ്മൾ പോയി കണ്ടിട്ട് വരുന്ന പോലെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയ കൊത്തുപണികൾ എന്ത് നീറ്റാണെന്ന് പറയും. അതിൻ്റെയൊക്കെ ഒരു വരച്ചിരിക്കുന്ന വരയൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മുറ്റം പോലെ ഒരു ഏരിയ ഉണ്ട്, 4 ചുറ്റും പോലെ ഒരു നമ്മുടെ 4 കെട്ടൊക്കെ പറയില്ല, അതിൻ്റെ ഉള്ളിലൊരു മുറ്റം ഉണ്ടാവില്ല, അതുപോലൊരു സ്ഥലം. അവിടെ 2 സിംഹം പോലെ വലിയ ചീറ്റയോ എന്തോ ഒരു സാധനമാണ്, പക്ഷെ അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന AC ലിഫ്റ്റാണ്. AC ഒക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയണത്. AC ലിഫ്റ്റ് അടച്ചു വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. പിന്നെ അതിൻ്റെ നമ്മൾ മേലത്തെ നിലയിൽ പോയിരിക്കണം. അപ്പോൾ അവിടുത്തെ മട്ടുപ്പാവൊക്കെ മരമാണ്, നല്ല വെയിറ്റുള്ള നല്ല കട്ടിയുള്ള മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. എന്ത് മരമാണെന്ന് അറിയില്ല, പക്ഷെ നല്ല സ്ട്രോങ് മരമായിരുന്നത്. മൈസൂർ പാലസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊട്ടാര വളപ്പിൻ്റെ ഉള്ളിൽ തന്നെ കുറേയധികം അമ്പലങ്ങളുണ്ടായിരുന്നു. 12ഓളം അമ്പലങ്ങളുണ്ട്. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള തേരാണ്. പിന്നെ അറിയാലോ, അവിടെ ദസറ ഉത്സവം നല്ല ഗ്രാൻഡായിട്ട് നടത്തുന്ന ഒരു ഉത്സവമാണ്.
അതുകൊണ്ട് തന്നെ ഊഹിക്കാമല്ലോ അവിടുത്തെ ദൈവങ്ങൾക്ക് അവർ നൽകുന്ന പ്രാധാന്യം. പിന്നെ ഇതൊക്കെ മാർബിൾ കൊണ്ട് ചെയ്തിരിക്കുന്ന ഫുൾ സ്റ്റെപ്പ് മാർബിളായിരുന്നു. പിന്നെ അതിന് മേലെ പോകുമ്പോൾ ഈ രാജാവാണ് കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ആളുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ശില്പമാണത്. പിന്നെ ഇതിന് മേലോട്ടും നിലയുണ്ട്, അവിടേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. പിന്നെ നമ്മൾ വേറൊരു ഭാഗത്തൂടെ വന്ന് കയറുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു ഏരിയ, രാജ്യസഭയൊക്കെ കൂടൂലേ, ദർബാർ കൂടുക, ഈ പ്രജകളിനെയൊക്കെ കാണാൻ അങ്ങനെ ആളുകൾ ഇരുന്ന് സംസാരിക്കുക, ആ ഒരു ഏരിയ ആണ് ഇതിവിടെ. രാജാവിരിക്കും, അപ്പുറത്ത് മന്ത്രിമാരും ആളുകളും എല്ലാം ആയിരിക്കും, പിന്നെ കാണികളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ഏരിയ ആണ് ഇത്. വലിയ വിശാലമായിട്ടുള്ള ഏരിയയാണ്. മേലെ കണ്ടോ ചെറിയ ചെറിയ ജനൽ പോലെ, അവിടെ രാജ്ഞിമാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, കൊട്ടാരത്തിലുള്ള സ്ത്രീകളൊക്കെ ഇരിക്കുന്ന ഏരിയ ആണ് അത്. പിന്നെ അതാണ് മെയിൻ ഗേറ്റ്. നമ്മൾ ആ ഭാഗത്തൂടെയല്ല വരുന്നത്, നമ്മൾ വെസ്റ്റ് ഗേറ്റിൽ കൂടെയാണ് കയറുന്നത്. പിന്നെ ഇതൊരു വാതിലാണ്, നോക്കിയാൽ ഇതിൽ നടത്തിയിട്ടുള്ള ആർട്ട് വർക്ക് നമുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നത്, കാണാനൊക്കെ നല്ല രസമായിരുന്നു. ആ ശില്പം എനിക്ക് തോന്നുന്നു അലമേലു അമ്മ എന്ന് പറഞ്ഞൊരു രാജ്ഞീൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു ശാപമൊക്കെ കൊടുത്ത് കൊട്ടാരത്തിലേക്ക് ശാപം കൊടുത്തൊരു രാജ്ഞി ഉണ്ടായിരുന്നു പണ്ട്, അവരുടെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് വാതിലുണ്ടല്ലോ, വെള്ളി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വാതിലാണ്. ഇതേ പടിയൊക്കെ വെള്ളി പൂശിയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഇവിടെ ഇത്രയ്ക്കൊക്കെ നമുക്ക് കാണാനുള്ള, കുറേ കാര്യങ്ങളൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല, നമ്മളത് വന്ന് തന്നെ കാണണം. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കൊട്ടാര വളപ്പിൻ്റെ ഉള്ളിൽ കുറേ അമ്പലങ്ങളുണ്ട്. അവിടെ ഇവിടെയൊക്കെ അമ്പലങ്ങളാണ്. പിന്നെ പുറത്ത് ചെറിയൊരു കോഫി ടീ ഏരിയ പോലെ ഐസ്ക്രീമൊക്കെ കിട്ടുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയായി ഇറങ്ങുമ്പോഴത്തേക്ക്, അപ്പോൾ കുറച്ച് എന്തെങ്കിലും ഐസ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നായിരുന്നു. നല്ല തിരക്കുണ്ട്, പക്ഷെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല തണൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പുറത്തൊക്കെ നല്ല വെയിലാണ്, മരമൊന്നും ഇല്ലാത്ത ഭാഗത്തെ. പിന്നെ നമ്മൾ ഒരു ബഗ്ഗി സർവീസ് ഉണ്ട് അവിടെ, കൊട്ടാരത്തിന് ചുറ്റും കറങ്ങാനായിട്ട് പറ്റുന്ന ഒരു സർവീസാണ്. നമുക്ക് ചെറിയൊരു വാഹനം നല്ലൊരു സ്പീഡിൽ പോയിട്ട് കുറേ പോയിൻ്റൊക്കെ ഉണ്ടാവുമല്ലോ, ഫോട്ടോ പോയിന്റിലൊക്കെ പോയി നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്തിട്ട് മെല്ലെ പോകാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മൾ അതിൽ കയറിയിട്ട് ഒന്ന് കൊട്ടാരം ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നേ. ഇതാണ് കൊട്ടാരത്തിന് ശരിക്കും ഫ്രണ്ട്. നമ്മൾ പറഞ്ഞില്ലേ രാജ്യസഭ ദർബാറൊക്കെ കൂടുന്നൊരു ഏരിയ, അതാണ് കാണുന്നത്. കൊട്ടാരത്തിൻ്റെ പകലിലൊരു വ്യൂ ഉണ്ട്, പിന്നെ നൈറ്റ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ചാമുണ്ടേശ്വരി ഹിൽസിൽ പോയിട്ട് അവിടെ നിന്നൊരു വ്യൂ, അതും നൈറ്റ് വ്യൂ ആണ്. നൈറ്റിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ക്രമീകരിച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു വ്യൂ അത് വേറൊരു വ്യൂ ആണ്, നല്ല ഭംഗിയായിരിക്കും അതും കാണാൻ. ഇതാണപ്പോൾ ശരിക്കും കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതിൻ്റെ നേരെ തന്നെ ഒരു വലിയൊരു കവാടവും ഉണ്ട്. അതിൽ കൂടെയാണ് പണ്ട് കാലത്തൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത്, രാജാക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നത് ഈ വഴി കൂടെയായിരുന്നു. പിന്നെ നമ്മൾ കയറിയത് വേറൊരു ഭാഗത്തുകൂടെയാണ്. പിന്നെ നമ്മൾ ഈ ബഗ്ഗിയിൽ പോകുമ്പോൾ ഓരോ ഭാഗത്തൊക്കെ നിർത്തിയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒക്കെ നിർത്തി തരും. അതുപോലെ ഇപ്പോൾ നിർത്തിയപ്പോൾ ഞങ്ങൾ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും 2 ആനനെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമ്മളപ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് വരുമ്പോൾ ആ ചേട്ടൻ എന്തെങ്കിലും പൈസ തന്നിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ഗൂഗിൾ പേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇത് കണ്ടോ, ഈ കല്ലൊക്കെ വെച്ചിട്ടാണ് ആനനെ കെട്ടിയിടുന്ന സ്ഥലങ്ങളാണ്. കുറേ എണ്ണം ഉണ്ട്, എണ്ണയൊന്നുമില്ല, കുറേ എണ്ണം ഉണ്ട്. പിന്നെ ആ മലേൻ്റെ മുകളിലുള്ളത് ചാമുണ്ടേശ്വരി ഹിൽസാണ്. നമ്മൾ ഇന്നലെ പോയിട്ട് അവിടെ നിന്ന് താഴോട്ട് നോക്കി കൊട്ടാരമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ അമ്പലമാണത്. പോകാൻ നേരത്ത് നല്ല തിരക്കായിരുന്നു, ഉച്ച നേരമൊക്കെ ആയിരുന്നു. അപ്പം കുറേ ആളുകളൊക്കെ വന്നിട്ട് നല്ല ട്രാഫിക്കൊക്കെ ആയിരുന്നു. വരുമ്പോൾ അത്രയും ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്തോ സ്പെഷ്യൽ സ്പീച്ചിൻ്റെ എന്തോ ഒരു സെൻറ്ററായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. RRR എന്ന് പറഞ്ഞിട്ട് RRR എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ടുള്ളൊരു കടയുണ്ട്, ബിരിയാണി കട. അവിടുത്തെ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു മട്ടനും ഒരു ചിക്കനുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ മട്ടനാണ് ഫേമസ്, അവിടെ മട്ടനാണ് നന്നായിട്ടുണ്ടാവുന്നത്. പിന്നെ ഇതിന് 2 മട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കനും മട്ടനും ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം നമ്മൾ മട്ടൻ ബിരിയാണിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഈ മറ്റേ സാലഡില്ലേ, ഉള്ളിയും തൈരൊക്കെയുള്ള സാലഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കയ്യിലൊരു കറിയും ഉണ്ടായിരുന്നു, ഒരു സാമ്പാർ പോലെ, നമ്മുടെ ഇവിടെ എന്താ കാച്ചാർ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു കറിയും ഉണ്ടായിരുന്നു. അത് അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. ബിരിയാണി മട്ടനും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ ലോ ഫ്ലേവറാണ്, അത്ര നല്ല ഫ്ലേവറൊന്നും
ഇടാത്ത പോലത്തെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുക. പക്ഷേ അത് നല്ല അത്യാവശ്യം നല്ല എരിവും ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോറും അതിൻ്റെ ഫ്ലേവർ നമുക്ക് വായിലോട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മട്ടനൊക്കെ എന്താ നല്ല സോഫ്റ്റായിരുന്നു. നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ അമർത്തുമ്പോൾ തന്നെ അത് ഇങ്ങനെ വഴുതി വരുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പാർസലാണല്ലോ വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാരയിൽ ജീരകം ഇട്ടിട്ടുള്ളൊരു സാധനമില്ലേ, വെള്ള കളറിൽ, അത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ടൂത്ത് പിക്സ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പല്ലിലൊക്കെ എന്തെങ്കിലും തടഞ്ഞു നിന്നാൽ കുത്തിയെടുക്കാനൊക്കെ ആയിട്ട് 2 തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ കൂടെ ടിഷ്യൂ പേപ്പറും ഉണ്ടായിരുന്നു. നമുക്ക് പാർസലൊക്കെ വാങ്ങിച്ച് ഇതൊക്കെ കിട്ടുന്നത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ചിക്കനായിരുന്നു പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ ആ മട്ടൺ കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് വയറ് നിറഞ്ഞു. പിന്നെ നമ്മൾ നേരം വൈകിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടുമായിരിക്കും. സത്യം പറയുക, ചിക്കൻ നന്നായിട്ടേ ഉണ്ടായിരുന്നു. വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. ഒരു ഫ്ലേവറും ഉണ്ടായിരുന്നില്ല. ചിക്കൻ അങ്ങനെ പുഴുങ്ങിയിട്ടെടുത്ത പോലെയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മട്ടൻ മാത്രം വാങ്ങിച്ചാൽ മതി, ചിക്കൻ വാങ്ങിക്കേണ്ട. പിന്നെ ഇത് കുട്ടിക്ക് വയ്യായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവൾക്ക് നൈറ്റ് ആയപ്പോൾ കുറച്ചുകൂടെ ഫീവർ കൂടി. നൈറ്റ് നമ്മളൊരു പീഡിയാട്രീഷ്യനെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബാക്കി മൈസൂർ വിശേഷങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.